ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജീവനുള്ള ദൈവത്തിന്റെ വചനവുമായി ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുൻപാകെ ആയിരിക്കാൻ കർത്താവ് നൽകിയ ആയുസ്സിനായി ആരോഗ്യത്തിനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഒരു വേദഭാഗം വായിക്കുവാൻ കർത്താവിനെ കൃപയിൽ ശരണപ്പെടുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. യേശു കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷ തികച്ച് ഈ ഭൂമിയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപായി അരുമശിഷ്യന്മാരോട് തിരുവായി മൊഴിഞ്ഞ മഹനീയമായ ഒരു വചനമാണ് നമുക്കിവിടെ വായിച്ച് കേൾക്കുവാനിടയായത്. പരിശുദ്ധാത്മാവിന്റെ പ്രാധാന്യം, ആ ദൈവശക്തിയുടെ പ്രസക്തി എന്ത് എന്ന് അടിവരയിട്ട് നമ്മോട് സംസാരിക്കുന്ന വേദഭാഗമാണ് ഈ പകലിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. വേദപുസ്തകത്തിൽ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയും വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിന്റെ ആളത്വത്തെ സംബന്ധിച്ചും ദൈവത്വത്തെ സംബന്ധിച്ചുമൊക്കെ ഒത്തിരി ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് പരിശുദ്ധാത്മാവ് എന്ന വിഷയം. പൊതുവെ പരിശുദ്ധാത്മാവ് എന്നത് കേവലം ഒരു ശക്തിയായി മാത്രം ചിത്രീകരിച്ചിട്ടുള്ള പല സന്ദർഭങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ ദൈവവചനം സസൂക്ഷ്മമായി പരിശോധിക്കുന്ന, മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവ് കേവലം ഒരു ശക്തി മാത്രമല്ല, വ്യക്തി കൂടെയാണ് എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ബഹുമാന്യനായ ഫാസ്റ്റർ കെ.ഇ. എബ്രഹാം അവർ തന്റെ പുസ്തകത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്: പരിശുദ്ധാത്മാവ് ഒരു ശക്തി മാത്രമായിരുന്നു എങ്കിൽ ഒരിക്കലും പരിശുദ്ധാത്മാവിന് പ്രാപെന്ന പോലെ ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വരുവാൻ കഴിയുകയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് കേവലം ഒരു ശക്തി മാത്രമല്ല, വ്യക്തി കൂടെയാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. പരിശുദ്ധാത്മാവിന്റെ വിവിധ തരത്തിലുള്ള പ്രവൃത്തികൾ വളരെ സൂക്ഷ്മമായി വേദപുസ്തകം നമ്മോട് വിളിച്ചറിയിക്കുന്നുണ്ട്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ആത്മാവാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകതകൾ നിരവധിയുണ്ട്. ഇത് വഴി നടത്തുന്ന ആത്മാവാണ്, അറിയിച്ചു തരുന്ന ആത്മാവാണ്, കേൾക്കുന്ന ആത്മാവാണ്, ദൈവമക്കൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ആത്മാവാണ്, വാദിക്കുന്നു, സാക്ഷ്യം പറയുന്നു, ഓർമ്മപ്പെടുത്തുന്നു, പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കുന്നു. അങ്ങനെ പല നിലകളിലുള്ള ശുശ്രൂഷകൾ പരിശുദ്ധാത്മാവിന്റേതായി വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ചില മേഖലകളിൽ ദുഃഖിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ശക്തി മാത്രമായിരുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു എന്ന് പറയുന്ന കാര്യമില്ലായിരുന്നു. ശുശ്രൂഷകൾക്കായി അപ്പോസ്തലന്മാര് മുൻപോട്ട് പോകുവാൻ താല്പര്യപ്പെട്ടപ്പോൾ ചില മേഖലകളിൽ അവർ കടന്നു പോകുന്നതിനെ പരിശുദ്ധാത്മാവ് വിലക്കുന്നുണ്ട്. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ വ്യക്തിത്വവും ആളത്വവും വളരെ നന്നായിട്ട് സംസാരിക്കുന്ന നിരവധി വേദഭാഗം തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്.
പൊതുവെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എന്താണ് പരിശുദ്ധാത്മാവ് നമ്മിൽ വരുത്തുന്ന വ്യതിയാനങ്ങൾ, രൂപാന്തരങ്ങൾ എന്നത് മനസ്സിലാക്കുവാനായിട്ട് ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തുവാൻ താല്പര്യപ്പെടുന്നു. 1991 WCCയുടെ കാൻബറ കോൺഫറൻസിൽ അവർ തെരഞ്ഞെടുത്ത തീം ഇതാണ്: കം ഹോളി സ്പിരിറ്റ്, റിന്യൂ ദൈ ക്രിയേഷൻ. പരിശുദ്ധാത്മാവെ വരിക, സകല സൃഷ്ടിയെയും പുതുക്കുക എന്നതാണ് അവരുടെ തീമായി അവർ തെരഞ്ഞെടുത്ത വിഷയം. യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ആദ്യഫലമായി ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് തന്നെ ഒരു പൊതു സൃഷ്ടിയുടെ ആദ്യഫലമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു പുതിയ തുടക്കം ദൈവത്തിന്റെ വ്യാപാര ശക്തിയാൽ ഉയർപ്പിക്കപ്പെട്ട യേശുവിൽ കൂടെ സംഭവ്യമായി എങ്കിൽ ഇന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് മനുഷ്യ വ്യക്തികളെ, സമൂഹത്തെ മൊത്തത്തിൽ നവീകരിക്കുവാൻ കഴിയും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഏതൊക്കെ മേഖലകളിലാണ് പരിശുദ്ധാത്മാവ് നവീകരണം നൽകി തരുന്നത്? ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ പ്രാരംഭ അധ്യായത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എന്നാൽ പിന്നത്തേതിൽ ഭൂമി പാഴും ശൂന്യവുമായി തീർന്നു. അങ്ങനെയുള്ളൊരു ഭൂമി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയെങ്കിൽ പരിശുദ്ധ ആത്മാവിന്റെ നവീകരണ പ്രക്രിയ, രൂപാന്തരപ്പെടുത്തുന്ന പ്രക്രിയ മനുഷ്യനിൽ മാത്രമല്ല വെളിപ്പെടുന്നത്, സർവപ്രപഞ്ചത്തിൽ അത് വ്യക്തമായിട്ട് വെളിപ്പെടുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. പാഴായി തീർന്ന, ശൂന്യമായി തീർന്ന, ഇനി ഒരു ദൈവപ്രവർത്തിക്ക് സാധ്യതയില്ല എന്ന് ഒരു പക്ഷേ വിധി കേൾക്കപ്പെടുന്ന തലങ്ങളിൽ പോലും പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം അവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടി? നഷ്ടപ്പെട്ടു പോകുന്ന, തകർന്നു പോകുന്ന, ഇല്ലായ്മയായി പോകുന്ന ഒരു വിഷയത്തെ നവീകരിച്ചു കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവ് താല്പര്യപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം ഒരുപക്ഷെ നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന വ്യക്തിത്വമായിരിക്കാം. നമ്മുടെ കുടുംബം തകർന്നു എന്ന് ചിന്തിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. ഇനി എന്നെ ഒന്നിനും കൊള്ളുകയില്ല എന്ന് ചിന്തിക്കുന്ന പല സന്ദർഭങ്ങളുണ്ടായിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മെ പണിതെടുക്കുവാൻ, രൂപപ്പെടുത്തുവാൻ, പരിവർത്തനത്തിന് വിധേയമാക്കുവാൻ കഴിയും എന്നതിൽ യാതൊരു സംശയവുമില്ല. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വിധേയമായ മനോഹരമായൊരു ഭൂമിയാക്കി ഈ ഭൗമമണ്ഡലത്തെ മാറ്റിയെടുക്കുവാൻ ദീർഘവർഷങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ക്രമം തെറ്റിയ ഒരു ഭൂമിയെ പുനഃക്രമീകരണത്തിന് വിധേയമാക്കുവാൻ സർവശക്തനായ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രക്രിയ അവിടെ വെളിപ്പെടുകയാണ്. കായോസിൽ നിന്നും കോസ്മോസിലേക്ക്, ശൂന്യതയിൽ നിന്നും ഒരു പ്രപഞ്ചത്തിലേക്ക്, ക്രമമുള്ള ഒരു പ്രപഞ്ചത്തിലേക്ക് ഈ പരിശുദ്ധാത്മാവ് ഭൗമമണ്ഡലത്തെ ഒരുക്കിയെടുക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം ഉറപ്പായിട്ടും ചിന്തിക്കാം: ദൈവത്തിന് പദ്ധതിയുള്ള ഒരു വ്യക്തിത്വത്തെ ശത്രുവായവൻ ഏതൊക്കെ തലങ്ങളിൽ തകർക്കുവാൻ പദ്ധതികൾ രൂപപ്പെടുത്തിയാലും ദൈവത്തിന്റെ ആത്മാവിന്റെ പരിവർത്തനത്തിന് വിധേയമാകുവാൻ ആ വ്യക്തി ഏൽപ്പിച്ചു കൊടുത്തുവെങ്കിൽ ദൈവത്തിന്റെ ഹിതം ആ വ്യക്തിയിൽ നിറവേറത്തക്കവണ്ണം ദൈവം അത്ഭുതം ചെയ്യുവാൻ ഒരുക്കമുള്ളവൻ തന്നെയാണ്. ദൈവത്തിന്റെ ആത്മാവാണ് എന്നെ സൃഷ്ടിച്ചത്. ഇത് ജീവിപ്പിക്കുന്ന ആത്മാവാണ്. ശ്രദ്ധിച്ചേ, ഏദൻ തോട്ടത്തിൽ ആദമും ഹവ്വയും ദൈവത്തിന്റെ സൃഷ്ടികളായ ആദിമ മനുഷ്യർ സന്തോഷത്തോടെ അവിടെ പാർക്കുകയാണ്. എന്നാൽ അവരുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് വേദപുസ്തകം തരുന്ന ചിത്രം ഇതാണ്: നിലത്തെ പൊടിയിൽ നിന്ന് ദൈവം തന്റെ സ്വന്തം കൈകൾ കൊണ്ട് ആദിമ മനുഷ്യനായ ആദമനെ
ഉണ്ടാക്കാൻ. ആ മനുഷ്യൻ ആദമിനെ ദൈവം ഉണ്ടാക്കി. അവന്റെ മൂക്കിലേക്ക് ദൈവത്തിന്റെ ജീവശ്വാസം ഊതപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ദൈവത്തിന്റെ ശ്വാസം ഈ മനുഷ്യന്റെ ഉള്ളിലേക്ക് പ്രവഹിക്കപ്പെടുന്നതുവരെ അവൻ നിർജീവത്വത്തിന്റെ മണ്ഡലത്തിലായിരുന്നു. രൂപമുണ്ട്, കണ്ടാൽ ഒരു മനുഷ്യരൂപം നന്നായിട്ടുണ്ട്. എന്നാൽ ആത്മാവ് അവന്റെ ഉള്ളിലേക്ക് സന്നിവേശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഈ ആത്മാവിന്റെ പ്രത്യേകത, ഇത് ജീവിപ്പിക്കുന്ന ആത്മാവ്, പരിവർത്തനത്തിന് വിധേയമാക്കുന്ന ആത്മാവ് മാത്രമല്ല, ഇത് ജീവിപ്പിക്കുന്ന ആത്മാവ് കൂടെയാണ്. യെഹെസ്കേലിന്റെ പ്രവചന പുസ്തകത്തിൽ 2 പ്രധാനപ്പെട്ട സാദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 37-ാം അധ്യായത്തിൽ അസ്ഥികളുടെ കൂമ്പാരം, അസ്ഥികൾ ചിതറിക്കപ്പെട്ട് കിടക്കുകയും നിർജീവത്വത്തിന്റെ മണ്ഡലത്തിലായിരിക്കുകയാണ്. എന്നാൽ കാറ്റേ ഊതുക എന്ന് ആ ശബ്ദത്തിന്റെ മുൻപാകെ ദൈവത്തിന്റെ കാറ്റൂതിയപ്പോ അസ്ഥികൾ ഒരുമിപ്പിക്കപ്പെടുന്നു. അസ്ഥികൾ ഒരുമിപ്പിക്കപ്പെടുന്നത് മാത്രമല്ല, അതൊരു വലിയ സൈന്യമായി, ജീവനുള്ള സൈന്യമായി മാറി. അങ്ങനെയെങ്കിൽ എഴുതിത്തള്ളിയ വിഷയങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ കാറ്റ്, ആ ശക്തി പ്രവഹിക്കപ്പെട്ട് കഴിയുമ്പോൾ, സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ ചിലത് ജീവനുള്ള ദേഹികളായി മാറുകയാണ്, ജീവനുള്ള സൈന്യമായി വെളിപ്പെട്ടു വരികയാണ്. യെഹെസ്കേൽ പ്രവചനം 47-ാം അധ്യായത്തിൽ ഒരു വലിയ നദിയെക്കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. ഈ നദി ചെന്നു ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന പ്രാണികൾ ജീവിച്ചെഴുന്നേൽക്കും. ഈ നദി ചെന്നു ചേരുന്നിടത്തൊക്കെയും അത് പഥ്യമായി തീരുകയാണ്, ചലനം സൃഷ്ടിക്കപ്പെടുകയാണ്, ജീവന്റെ തുടിപ്പ് അവിടെ വ്യാപരിക്കുകയാണ്. വേറെ പുസ്തകത്തിൽ പരിശുദ്ധ ആത്മാവിനെ വിവിധ സാദൃശ്യങ്ങളിലൂടെ സൂചിപ്പിച്ചിട്ടുണ്ട്. കാറ്റ്, അഗ്നി, പ്രാവൻ, ഇങ്ങനെ വിവിധ സാദൃശ്യങ്ങൾ വേദപുസ്തകത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. സവിസ്തരമായി ആ ഭാഗങ്ങളിലേക്കെല്ലാം പോകുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. വിശ്വാസികളിൽ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻ, രൂപാന്തരങ്ങൾ എന്തൊക്കെയാണ്? ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ച് നമുക്ക് പൊതുവെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു വിഷയമുണ്ട്. ഇത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ബോധം വരുത്തുന്ന ദൈവത്തിന്റെ ആത്മാവ്. വിശുദ്ധിക്ക് വളരെയധികം പ്രാമുഖ്യം കൊടുക്കുന്ന ഒന്ന് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ്. അന്യഭാഷകളിൽ സംസാരിക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം തരുന്നു, അത് ശ്രേഷ്ഠമായ അനുഭവമാണ്. എന്നാൽ അന്യഭാഷകളിൽ സംസാരിക്കുവാൻ വേണ്ടി മാത്രം ദൈവം നമുക്ക് പകർന്നു തന്ന ഒന്നല്ല ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ്. ഈ പരിശുദ്ധ ആത്മാവ് ഒരുവന്റെ ഉള്ളിൽ വ്യാപരിക്കപ്പെടുമ്പോൾ വിശുദ്ധിയെക്കുറിച്ചുള്ള ഒരു വലിയ ദാഹം അവനിൽ വെളിപ്പെടുകയാണ്. പാപത്തെക്കുറിച്ച് ഒരു വലിയ ബോധം അവന്റെ ഉള്ളിൽ വെളിപ്പെട്ടു വരികയാണ്. യെഹെസ്കേൽ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്: അവർ എന്റെ ചട്ടങ്ങളിൽ നടന്ന് എന്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേറെ ഒരു ഹൃദയത്തെ നൽകും. മാത്രമല്ല, പുതിയൊരാത്മാവിനെ അവരെ ഉള്ളിലാക്കും. കാഠിന്യമുള്ള ഹൃദയത്തെ മാറ്റി, ദൈവപ്രവൃത്തിക്ക് വിധേയമല്ലാത്ത ഒരു അവസ്ഥയെ മാറ്റി, ദൈവഹിതത്തിന് സമർപ്പിക്കപ്പെടുന്ന, ഒരുക്കപ്പെടുന്ന ഒരു നല്ല ഹൃദയത്തെ കൈമാറുവാൻ ദൈവത്തിന്റെ ആത്മാവിന് ക്രിയ അവിടെ വെളിപ്പെടുകയും. എന്തിനാ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നമുക്ക് നൽകുന്നത്? കഠിനതകൾ മാറുവാൻ, അനുതാപമുള്ള ഹൃദയം പ്രാപിക്കുവാൻ, മനസ്സലിവുള്ള ഹൃദയം പ്രാപിക്കുവാൻ, ദൈവത്തിന്റെ പ്രമാണത്തോട് വലിയ വാഞ്ചയും ദാഹവുമുള്ള ഒരു ഹൃദയത്തെ പ്രാപിക്കുവാൻ ആത്മാവിന്റെ അനിവാര്യത നമുക്ക് കാണുവാൻ കഴിയുന്നു. ദാവീദ് തന്റെ ജീവിതത്തിൽ പാപം ചെയ്തതിന് അനന്തരം ദൈവത്തിൽ വളരെ കരഞ്ഞ് നിലവിളിക്കുന്നത് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ താൻ ഇങ്ങനെയാ പറയുന്നത്: നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. അതിനൊരു കാര്യം നന്നായിട്ട് അറിയാം. പാപപ്രവൃത്തിയും ജീവിതത്തിന്റെ മോഹങ്ങളിൽ വിരഞ്ഞോടുമ്പോഴുള്ള ആ ആഗ്രഹവും മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന് ആ വ്യക്തിയിൽ ഇരിക്കുവാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ ആത്മാവിന്റെ ഇരിപ്പിടം എവിടെയാണ്? വിശുദ്ധമായ മണ്ഡലത്തിലാണ്,
ദൈവത്തിന്റെ ആത്മാവിനെ ഇരിപ്പട്ടെ. അതുകൊണ്ടാണ് പൗലോസ് ഓർപ്പിക്കുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? എന്താ കാര്യം? ഇത് ദൈവത്തിന്റെ മന്ദിരമാണ്. ഈ മന്ദിരത്തിൽ ദൈവത്തിന്റെ ആത്മാവ് അധിവസിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വിശ്വാസിയിൽ വരുത്തുന്ന ഏറ്റവും വലിയ രൂപാന്തരം എന്ന് പറയുന്നത് വിശുദ്ധിക്ക് കൊണ്ടുള്ള ദാഹം ഒരു മനുഷ്യനെ സൃഷ്ടിക്കുകയാണ്. പത്രോസ് ഉൾപ്പെടെയുള്ള അപ്പോസ്തലിക സമൂഹം അവരോടൊപ്പം കുറച്ച് പ്രിയപ്പെട്ടവരെ യെരൂശലേമിൽ മർക്കോസിന്റെ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടതായിട്ട് കാത്തിരിക്കുകയും പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാളിൽ അവരുടെ മേൽ പകരപ്പെട്ടു. അവിടെ പല നിലകളിലുള്ള അനുഭവങ്ങൾ അവിടെ വെളിപ്പെട്ടു. അവരുടെ പഞ്ചേന്ദ്രിയങ്ങളെ സ്പർശിക്കുന്ന നിലവാരത്തിലാണ് പരിശുദ്ധാത്മാവ് അവർക്ക് അനുഭവേദ്യമായത്. കേവലം വാക്കുകളിൽ ഉരുവിടുന്ന അന്യഭാഷകളായിട്ട് മാത്രമല്ല പരിശുദ്ധാത്മാവോടെ വെളിപ്പെട്ടത്. അവരുടെ കാതുകൾക്ക്, അവരുടെ കണ്ണുകൾക്ക്, അവരുടെ ത്വക്കിന് ഒക്കെ അനുഭവേദ്യമായ എന്തോ ഒന്ന് അവിടെ വെളിപ്പെട്ടു വരികയാണ്. അതുകൊണ്ട് നമുക്ക് നിശ്ചയമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ ഇറങ്ങി വരുമ്പോൾ കേവലം 2 വാക്ക് അന്യഭാഷ പറയുവാൻ വേണ്ടി മാത്രം പരിശീലിപ്പിക്കുന്ന ഒന്നല്ല ഈ പരിശുദ്ധാത്മാവ്. പ്രത്യുത അവന്റെ ജീവിതത്തെ സമ്പൂർണമായി മാറ്റിമറിക്കേണ്ട ഒന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗമുണ്ട്, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അഗ്നിയുടെ പ്രത്യേകത വിവിധ നിലകളുണ്ട്. അഗ്നിയുടെ ഒരു സ്വഭാവ സവിശേഷത ഇത് ശുദ്ധീകരിക്കുന്ന ഒന്നാണ്. അങ്ങനെയെങ്കിൽ അന്യഭാഷ പറയുന്ന വ്യക്തിത്വം, പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്ന വ്യക്തിത്വം, അവന്റെ നാവുകൾ ശുദ്ധീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. വളരെ പരിചിതമായ ഒരു സംഭവമാണ് യെശയ്യാവിന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ 6-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവമഹത്വം പ്രവാചകനായ യെശയ്യാവ് ദർശിച്ചു കഴിഞ്ഞപ്പോൾ തനിക്കൊരു കാര്യം മനസ്സിലായി. താൻ ശുശ്രൂഷ ചെയ്യുന്നുള്ളത് പരമാർത്ഥമായ കാര്യമാണ്, ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടുന്നു എന്ന് പരമാർത്ഥമായ കാര്യമാണ്. പക്ഷേ ദൈവമഹത്വം അതിന്റേതായ നിലയിൽ തനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞപ്പോൾ അവൻ നിലവിളിക്കുകയാണ്, അയ്യോ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനങ്ങളുടെ ഇടയിൽ പാർക്കുന്നു. ശ്രദ്ധിക്കണമേ, ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, പ്രവചിക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുമ്പോഴും ദൈവത്തിന്റെ ആത്മാവ് തന്റെ അകത്തേക്ക് ഒരു ശരിയായ ഇടപെടൽ നൽകി കഴിഞ്ഞപ്പോൾ, ദൈവമഹത്വം താൻ കണ്ടു കഴിഞ്ഞപ്പോൾ തനിക്ക് മനസ്സിലായി തന്റെ നാവിനൊരു ശുദ്ധീകരണം ആവശ്യമാണ്. യാഗപീഠത്തിന്റെ കനലുകളിൽ നിന്ന് പുളിൽ കൊണ്ടൊരു കനലെടുത്ത് അവന്റെ അധരങ്ങളെ തൊടുവിക്കുന്നു. അവന് ശുദ്ധീകരണം ദൈവം നൽകുകയാണ്. അതുകൊണ്ട് ശുദ്ധീകരണം വേണ്ടുന്നത് പാപിക്കു മാത്രമല്ല, ദൈവ പൈതലും പ്രവാചകനും ശുശ്രൂഷകനും പുരോഹിതനും എല്ലാ വ്യക്തികൾക്കും ശുദ്ധീകരണം ആവശ്യമാണ്. എന്താ കാരണം? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശുദ്ധീകരണത്തിന്റെ ആത്മാവ്. വേദപുസ്തകം പറയുന്ന ഒരു പ്രത്യേക വിഷയമുണ്ട്. ഇത് ശുദ്ധീകരണം നൽകുന്ന ആത്മാവ് മാത്രമല്ല, സ്വഭാവ രൂപീകരണം നൽകുന്ന ആത്മാവ് കൂടെയാണ്. റോമാലേഖനത്തിൽ 8-ാം അധ്യായം 9-ാം വാക്യത്തിൽ അവിടെ എങ്ങനെയാ വായിക്കുന്നത്? ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിക്ക് സ്വഭാവ രൂപീകരണം വരുത്തുക, ക്യാരക്ടർ ഫോർമേഷൻ ഉണ്ടാക്കുകയാണ്. ക്യാരക്ടർ ഫോർമേഷൻ, സ്വഭാവ രൂപീകരണം ഒരുവരിൽ വരാത്തടത്തോളം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനത്തിന് ആ വ്യക്തി വിധേയമാകുന്നു എന്ന് പറഞ്ഞാൽ അത് അർത്ഥശൂന്യമായ കാര്യമാണ്. പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വരുമ്പോൾ അവന്റെ സ്വഭാവത്തിൽ പോലും മാറ്റമുണ്ടാകുന്നു, അവന്റെ ഇടപാടുകളിൽ മാറ്റമുണ്ടാകുന്നു, അവന്റെ മനോഭാവങ്ങളിൽ മാറ്റമുണ്ടാകുന്നു, അവന്റെ മുൻഗണനകൾക്ക് മാറ്റമുണ്ടാകുന്നു. റോമാലേഖനത്തിൽ തന്നെ പൗലോസ് പറയുന്ന ഒരു വിഷയമുണ്ട്, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം
ശരീരത്തിന് വീണ്ടെടുപ്പായി പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഈ ലോകത്തിന്റെ മോഹങ്ങൾ കണ്ട് ഭ്രമിച്ചു നിൽക്കുവാൻ ആ വ്യക്തിക്ക് കഴിയത്തില്ല. ഈ ലോകം കൈനീട്ടുന്ന സമ്മാനങ്ങളിൽ കണ്ടുടഞ്ഞു നിൽക്കുവാൻ അവന് കഴിയത്തില്ല. ഓരോ ദിവസവും ആ വ്യക്തിത്വം ആരംഭിക്കുമ്പോൾ ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് എന്റെ കർത്താവിന്റെ സന്നിധിയിൽ എനിക്ക് ചെല്ലുവാൻ കഴിയാകും. വലിയൊരു ഞരക്കം ആ വ്യക്തിക്ക് ഉള്ളിൽ വെളിപ്പെടുകയാണ്. ഒരു ദൈവ പൈതലിന് ഓരോ ദിവസവും ഈ ഭൂമിയിൽ ദൈവം നൽകുന്ന സന്തോഷത്തോടെ അനുഭവിക്കുമ്പോൾ തന്നെ ഉള്ളിൽ ഈ ഞരക്കമില്ല എങ്കിൽ എവിടെയോ അപകടം സംഭവിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയുള്ള ഞരക്കമാ? കൂടുതൽ ഭൗതിക നേട്ടങ്ങൾ നേടുവാനുള്ള ഞരക്കമല്ല. ഈ ലോകത്തിൽ എന്തെങ്കിലും വെട്ടിപ്പിടിക്കുവാനുള്ള ഞരക്കമല്ല. പ്രത്യുത ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാത്തുകൊള്ളുന്ന ഒരു വലിയ താല്പര്യം, ഒരു വലിയ ഞരക്കം. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ പരിശുദ്ധ ആത്മാവിന്റെ പരിവർത്തനത്തിന് നമ്മുടെ ദേഹം, ദൈവിക ആത്മാവ് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹൃദയം അതിനുവേണ്ടി ഒരുക്കപ്പെടുമ്പോൾ, പുതിയൊരു സ്വഭാവം ദൈവം നമുക്ക് നൽകുമ്പോൾ, പുതിയൊരു മനോഭാവം ദൈവം നമുക്ക് നൽകുമ്പോൾ നമ്മുടെ ഇടപാടുകൾ സുതാര്യമാവുകയാണ്. കർത്താവിന് പ്രവർത്തിപ്പാൻ കഴിയുന്ന ഒരു ഇടമായി, ഒരു കേന്ദ്രമായി നാം എല്ലാവരും മാറുകയാണ്. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഒരു ഭാഗം കൂടെ ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മിക്കട്ടെ. ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് പറയുന്ന ഒരു വിഷയമുണ്ട്. 3-ാം അധ്യായം 20-21 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഇങ്ങനെയാവും നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനത്തിനും രൂപാന്തരത്തിനും വിധേയമാകുവാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഒരു ശുഭപ്രതീക്ഷയുണ്ട്. എന്താണ് ആ ശുഭപ്രതീക്ഷ? ഇന്ന് ഇത് താഴ്ചയുള്ള ശരീരം, പക്ഷേ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി. ഇന്ന് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന, ആത്മാവ് പറയുന്നത് കേൾക്കുവാൻ ചെവി കൂർപ്പിക്കുന്ന ഒരു ദൈവവേദന പ്രത്യാശയ്ക്ക് വകയുണ്ട്. എന്നും ഈ നിലവാരത്തിൽ നാം ആയിരിക്കുകയില്ല. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുകയും ആർക്കാ ഒരു ഫൈനൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നത്, ഒരു വലിയ രൂപാന്തരം അവസാന നാളുകളിൽ ഉണ്ടാകുന്ന ആർക്കാണ്? എന്ന് പരിശുദ്ധാത്മാവിനെ അനുസരിക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തിത്വത്തിന്, എന്ന് പരിശുദ്ധാത്മാവിന്റെ നവീകരണത്തിന് സമർപ്പിക്കപ്പെടുവാൻ കഴിയുന്ന ഒരു ജീവിതത്തിന് മാത്രമേ അന്ന് ഒരു വലിയ രൂപാന്തരം ഈ ദേഹത്തിൽ സംഭവിക്കുകയുള്ളൂ. ഇന്ന് ഈ വചനം കേൾക്കുന്ന വാത്സല്യം പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വരുമ്പോൾ നാം വായിച്ച കുർബാനത്തിൽ ഇങ്ങനെ കാണുമ്പോൾ ശക്തി ലഭിച്ചിട്ട് അവൻ സാക്ഷിയാവുകയാണ്. അതിന്റെ അർത്ഥം എന്താ? എന്റെ മുൻഗണനകൾ മാറുന്നു. ഞാൻ ഇതുവരെ പ്രാമുഖ്യം കൊടുത്ത, പ്രഥമ സ്ഥാനം കൊടുത്ത പല വിഷയങ്ങളും മാറ്റിവെക്കുകയാണ്. ഇനി ഞാൻ പ്രഥമ സ്ഥാനം കൊടുക്കുന്നത്, മുൻഗണന കൊടുക്കുന്നത് മറ്റൊരു കാര്യത്തിനുമല്ല, കർത്താവിന്റെ രാജ്യത്തിന്, അവന്റെ ശുശ്രൂഷയ്ക്ക്, അവന്റെ നാമത്തിന്റെ മഹത്വത്തിന്. അതെ, നമ്മുടെ മുൻഗണനകൾ എന്തിനു വേണ്ടിയൊക്കെയാണ്? നമ്മുടെ താല്പര്യങ്ങൾ എന്തിനു വേണ്ടിയൊക്കെയാണ്? 80-ഓ 90-ഓ അല്ല, 100 വയസ്സ് വരെയോ ജീവിക്കുവാൻ ഭാഗ്യം ലഭിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയാണ് നാം ഓടുന്നത്? എന്തിനു വേണ്ടി നാം അധ്വാനിക്കുന്നത്? എന്താ നമ്മുടെ താല്പര്യം? കർത്താവിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിയാണോ? ആത്മാർത്ഥത വിടുതലാണോ? ആ അവസാന നാളിൽ നമ്മുടെ ശരീരം മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുവാനുള്ള വാഞ്ചയാണോ നമ്മുടെ അകത്ത് ഭരിക്കുന്നത്? ഇന്ന് ഈ സന്ദർഭത്തിൽ നമ്മെ തന്നെ ഒന്ന് ദൈവകരങ്ങളിലേക്ക് നേടിച്ചാണ്. കർത്താവെ, ആത്മാവിന്റെ നവീകരണത്തിന്, രൂപാന്തരത്തിന് ഞാനിതാ എന്നെ ഒരുക്കുകയാണ്.
അവിടുന്ന് ഞങ്ങൾക്ക് നൽകി തന്നിട്ടുള്ള പരിശുദ്ധ ആത്മാവിനായിട്ട് നന്ദി സ്തോത്രം. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ബോധം വരുത്തുന്ന ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ നൽകി തന്നതുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ നന്ദി കരറ്റുന്നു. പ്രിയ പിതാവേ, പരിശുദ്ധ ആത്മാവ് ഞങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുവാൻ, എന്തൊക്കെ പരിവർത്തനങ്ങൾ വരുത്തുവാൻ താല്പര്യപ്പെടുന്നു അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ചിന്താഗതികൾക്ക് മാറ്റം ആവശ്യമാണ്. ഞങ്ങളുടെ ഇടപാടുകൾക്ക് മാറ്റം ആവശ്യമാണ്. ഞങ്ങളുടെ മനോഭാവങ്ങൾക്ക് മാറ്റം ആവശ്യമാണ്. ഞങ്ങൾ പലപ്പോഴും ഈ ലോകത്തെ ഭൗതിക വിഷയങ്ങൾക്കും വളരെ പ്രഥമ സ്ഥാനം കൊടുത്ത് മുൻപോട്ട് പോയ പല സന്ദർഭങ്ങളുണ്ടായിരുന്നു. ഇല്ല കർത്താവെ, ഞങ്ങളിൽ ഒരു മാറ്റം ഇന്നു മുതൽ കർത്താവെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങ് ആഗ്രഹിക്കുന്ന വിഷയങ്ങൾക്ക് മാത്രം പ്രഥമ സ്ഥാനം നൽകുവാൻ ദൈവം ഞങ്ങളെ ഒരുക്കണമേ. അതിനായി ഈ കുടുംബങ്ങളെ സഹായിക്കണമേ. സഭകളെ ദൈവം ഒരുക്കണമേ. കർത്താവ് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി കരയുന്നു. അനുഗ്രഹീതവും വിജയകരവുമായ ഒരു നല്ല ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവം ഞങ്ങൾ എല്ലാവരെയും ഒരുക്കുവാനാകണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.